wasted, but how can we waste it if we're loving every day? Okay. എപ്പോഴും പൈസ ഇങ്ങനെ I got the keys to the universe, so stay with me. എല്ലാവർക്കും നമസ്കാരം. അഡ്വക്കേറ്റ് ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട്. അതുപോലെ ഇവരുടെ കല്യാണ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ അത് കണ്ട സമയത്ത് അവന്റെ ആലാവ് അടിച്ച് ഞെരിക്കാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ കെട്ടിയവന്റെ ആ നാറിയുടെ അവന് ഇവക്ക് നിറമില്ല, അല്ലെങ്കിൽ അവന്റെ വീട്ടുകാർക്ക് ഇവക്ക് നിറമില്ല എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ അലവിലാദികളും ഈ നാറിയ കുടുംബം മൊത്തം ആ പെണ്ണിന്റെ മെക്കിട്ട് കയറിയത് ശാരീരികവും മാനസികവുമായി പിരിപ്പിച്ചിട്ടുള്ളത്. ഈ കെട്ടിയവനെയും കെട്ടിയവന്റെ കുടുംബത്തിലുള്ള ഓരോ സാധനങ്ങളെ അടിച്ചലവ് കയറേണ്ട പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഒന്നാം തരം തന്തയില്ലാത്ത പരിപാടി. ഈ കെട്ടിയ നാറിയുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. എടാ, നീ കെട്ടിയ സമയത്ത് കണ്ടില്ലടാ അവള് കറുപ്പാണെന്നും പച്ചയാണെന്നൊന്നും? നീ കണ്ടില്ലേ? കെട്ടി പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് കൊച്ചു ഉണ്ടായതിനു ശേഷം നിനക്ക് പിന്നെ കടിയളവിയ അവള് കറുപ്പായെന്ന്, അതുപോലെ നിന്റെ തള്ളയ്ക്കും കറുപ്പായെന്നുള്ള കടിയളവിയ, നിന്റെ സഹോദരിക്കും ഇളവിയ. നീയൊക്കെ ആരുടെ? മറ്റേ ഷാറൂഖ് ഖാന്റെ കുടുംബത്തിലുള്ള സാധനങ്ങളാ നീയൊക്കെ ഓരോന്നും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ബോഡി ഷെയ്മിങ് ആണ്, മറ്റേതാണ്, തേങ്ങയാണെന്നും പറഞ്ഞിട്ട് എന്റെ മെക്കിട്ട് വരണ്ട. ഇതുപോലത്തെ നാറികളെ 10 പറയേണ്ട സ്ഥലത്ത് പറഞ്ഞു തന്നെ നിർത്തണം. ഇതുപോലത്തെ കഴുപ്പണം കറികൾ കാരണമാണ് ഓരോ സ്ത്രീകളും ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. സത്യം പറയാലോ, ഈ ജിസ്മോളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിന്റെ കമന്റ് ബോക്സ് കാണുമ്പോൾ ഒരുപാട് സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പേര്. എനിക്കതൊക്കെ കാണുമ്പോൾ വിഷമമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എത്ര കുടുംബങ്ങൾ, ഒരുപാട് സ്ത്രീകളാണ് ഈ നാട്ടിൽ ഇപ്പൊ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ കഴുപ്പണം കെട്ട, നട്ടലിന് ഉറപ്പില്ലാത്ത, ചങ്കുറപ്പില്ലാത്ത ഏതോ പരനാറികൾ, തന്തയ്ക്ക് പറക്കാത്തവന്മാർ കെട്ടിക്കൊണ്ടോരോ പെണ്ണുങ്ങളെ പോയതിനു ശേഷം വീടുകളിൽ കൊണ്ടിട്ട് പീഡനം, മാനസികമായും ശാരീരികമായും. ഇതുപോലത്തെ നാറികളെ പിടിച്ചടിച്ച് നൂക്കാൻ ഇവിടെ ആളുകൾ ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ഇതുപോലത്തെ കഴുപ്പണം കെട്ടവന്മാരെ കാണുമ്പോൾ അറിയാതെ ഇങ്ങനെയൊക്കെ തോന്നുന്നു. നമ്മളെ ഉള്ളിൽ ആ ഒരു വേവ്, ഒരു ഫ്രസ്ട്രേഷൻസ് പറഞ്ഞു തീർക്കുവാണ്. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഞാൻ ഉള്ള കാര്യം പറയാം. ഇവനെയൊക്കെ തക്കതായ ശിക്ഷ കൊടുത്ത് അകത്തിടണം. അതുപോലെ വീട്ടുകാരടുത്തും എനിക്ക് പറയാനുള്ള എല്ലാ മാതാപിതാക്കളോട്, പെൺമക്കളുണ്ടെങ്കിൽ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ എല്ലാം തീർന്നെന്നങ്ങ് വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. ബാധ്യതയായിട്ട് കണക്കാക്കരുത്. അങ്ങനെ ബാധ്യതയാണ് നിങ്ങൾക്ക് പെൺമക്കളെങ്കിൽ ഉണ്ടാക്കാതിരിക്കുക. ഉണ്ടാക്കി അത് പെണ്ണായി പോയി കഴിഞ്ഞാൽ, അത് പെണ്ണായി പിറന്നു കഴിഞ്ഞാൽ അതൊരു ബാധ്യതയായിട്ട് കണക്കാക്കാൻ നിൽക്കരുത്. മോള് വിളിച്ചിട്ട് അവിടെ ദുരനുഭവമാണ്, എന്തെങ്കിലുമൊക്കെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ, മാനസികമായും ശാരീരികമായും പീഡനമാണ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവൾ അവിടെ വിട്ടിരിക്കരുത്. സ്വന്തം മകളാണ്, ഉണ്ടാക്കിയ സാധനമാണ്. അതിനെ തിരിച്ച് വീട്ടിലോട്ട് വരുത്തുക. എന്നിട്ട് അവിടെ ഈ കൊച്ചിന്റെ ദേഹത്ത് കൈവച്ചിട്ടുള്ളവന്മാരെ അടിച്ചലവ് കീറിയിട്ട് തിരിച്ചു വരണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സ്ത്രീകളെടുത്ത് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിൽ ആരും ഒരു രീതിയിലും നിങ്ങളെ സംരക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വന്തം അപ്പനും അമ്മയും അടക്കം മൈൻഡ് ചെയ്യുന്നില്ല, മൊത്തം ദുരനുഭവമാണ്, കഷ്ടമാണ്, ഇനി ഒരു വഴിയുമില്ല എന്നാണെങ്കിൽ അടിച്ചവന്റെ കലവ് കീറിയിട്ട് മക്കളുണ്ടെങ്കിൽ മക്കളെയും കൂടെ കൂട്ടി ഇറങ്ങുക പെരുവഴിയിൽ. നാളെ മക്കള് നിങ്ങളെ കൂടെ കാണും. സഫർ ചെയ്യുക, ജോലി ചെയ്യുക, പട്ടിപ്പണി എടുത്തിട്ടായാലും പോറ്റുക, മക്കളെ പോറ്റി ജീവിതം ജീവിക്കുക. ഈ നാറികളുടെ മുന്നിൽ ജീവിച്ച് കാണിച്ച് മുന്നോട്ട് വരിക. കുറച്ച് ദിവസം സഫർ ചെയ്താലും കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും. അതെനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്നെ ഇടയ്ക്ക് അവളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൾ അച്ഛൻ മദ്യപിച്ച് പോയ കേസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ അമ്മ അവളെയും കൊണ്ട് വളർത്തിയത്. ഇന്ന് അവള് അടിപൊളിയായിട്ടൊരു ജോബിൽ ഇരിക്കുന്നുണ്ട്, പുറത്താണ്, വിദേശത്താണ്, അടിപൊളിയായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ആ ഒരു സെറ്റപ്പിലൊക്കെ ആയ ഒരു ഫാമിലി എനിക്ക് പേഴ്സണലി അറിയാം. എന്റെ കൂട്ടുകാരിയാ. അങ്ങനെയുള്ള ഫാമിലിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭർത്താവ് ഉണ്ടെങ്കിലേ ഇവിടെ കീരവിത്ത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ തേങ്ങ വറക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്താഗതി ആദ്യം സ്ത്രീകൾ മാറ്റുക. ഇവരാരുമില്ലെങ്കിലും മക്കളെയും കൊണ്ട് പെരുവഴിയിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, ജീവിക്കാൻ കഴിയും. നിങ്ങൾ മനസ്സ് വെക്കണം. അടിച്ച് അലവ് കീറേണ്ട സ്ഥലത്ത് അലവ് കീറിയിട്ട് തന്നെ ഇറങ്ങണം. ഇതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു അഭിപ്രായം. അഡ്വക്കേറ്റ് ജിസ്മോളുടെ സഹോദരൻ കുറച്ചധികം കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല. അവൻ സഹോദരനാണ്, അവനാൽ കഴിയുന്ന രീതിയിലൊക്കെ അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ജിസ്മോൾ എന്ന് പറയുന്ന തന്റെ സഹോദരി അവിടെ കിടന്നിട്ട് അനുഭവിക്കേണ്ട പീക്ക് ലെവൽ അനുഭവിച്ചപ്പോഴും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞ ആ ഒരു കുടുംബത്തിനോട് എനിക്ക് യോജിപ്പ് വരുന്നില്ല. അതെന്തുകൊണ്ടാണോ എന്തോ അറിയത്തില്ല. അവർക്ക് സ്നേഹമില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. എന്തോ എനിക്ക് ആ ഫാമിലി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് കണക്ട് ആവുന്നില്ല. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ആ മകൾ അവിടെ കിടന്ന് അനുഭവിച്ചപ്പോ അവളെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരേണ്ടതായിരുന്നു. ദുരഭിമാനം അതല്ല ഇവിടെ ഇല്ല, അല്ലേ? എന്തായാലും പയ്യൻ പറയുന്നത് കേട്ടു നോക്കാം. ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്,
അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. കളറിന്റെ കേസിൽ അവരെ പറഞ്ഞതിൽ കുറ്റമൊന്നുമില്ല കേട്ടോ. അവർ ഷാറൂഖ് ഖാന്റെയും അമിതാഭ് ബച്ചന്റെയും അച്ഛന്റെ ഇടയിലുണ്ടായ ഫാമിലിയാണ്. അതുകൊണ്ട് അവർ അത് പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല. സ്ത്രീധനം അതും ചോദിച്ചിട്ടുണ്ട്. പണം 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 അതൊരു ഫാക്ടറാണ്. അതുപോലെ നിറത്തിന്റെ പേരിലും ഒരുപാട് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ജിസ്മോൾ എന്ന് പറയുന്ന സ്ത്രീ അനുഭവിക്കേണ്ട പീക്ക് ലെവൽ അവർ അനുഭവിച്ചു. എന്നിട്ടും സ്വന്തം കുടുംബത്തിൽ വിളിച്ച് തിരിച്ച് കയറ്റേണ്ടതായിരുന്നു. എന്തിനാണ് അവരിതെല്ലാം താങ്ങി ജീവിച്ച് അവിടെ സഹിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, അതിനുള്ള വിദ്യാഭ്യാസവും പഠിപ്പും ഒക്കെ ഉള്ളതാണ്. അവർ അതിന്റെ ഒരു ഇതെങ്കിലും കാണിക്കേണ്ടതായിരുന്നു. അടിച്ചലവും കീറി ഏതെങ്കിലും വകുപ്പിൽ കേസുവാക്കി ഉണ്ടാക്കിയെടുത്ത് അവനെ ഇട്ടിട്ട് ഇറങ്ങി പോരേണ്ടതായിരുന്നു. സ്വന്തം വീട്ടിൽ ദുരഭിമാനം കൊണ്ട് കയറ്റിയില്ലെങ്കിൽ കൂടി എവിടെയെങ്കിലും പോയാലും നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു അല്ലെ. അഡ്വക്കേറ്റ് ആണ്, ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, മുന്നോട്ട് അടിപൊളിയായിട്ട് ജീവിക്കാമായിരുന്നു. പിന്നെ എന്തിനാണ് ഇവന്റെ കാട്ടും തുപ്പും കൊണ്ട് അവിടെ കിടന്ന് നരയിച്ച് മാനസികാവസ്ഥ തെറ്റി ഈ ഒരു കടുങ്കൈ ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ഓരോ കടുങ്കൈ ചെയ്യുമ്പോൾ. അതും ഇതുപോലത്തെ പരനാറികളെ പേടിച്ച് ഇവന്റെ കാട്ടും തുപ്പും കൊണ്ട് വളരെയധികം കഷ്ടം തോന്നുക. പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു. സഹോദരിമാരെല്ലാം വീട്ടിലുണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കോവിഡിന്റെ 2019 കോവിഡ് കഴിഞ്ഞ് കുറച്ചോളം കഴിഞ്ഞിട്ട് UK മൂത്ത സഹോദരി കെയർ വിസയ്ക്ക് പോയി. ആ മൂത്ത സഹോദരി ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്കാരി കെയർ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് വരെ പുള്ളിക്കാരിയെ കെട്ടിച്ചു വിട്ടിരുന്നത് അറുന്നൂറ്റിമംഗലത്താണ്. അറുന്നൂറ്റിമംഗലത്ത് അവിടെ കെട്ടിച്ചു വിട്ട വീട്ടിൽ പുള്ളിക്കാരി പോകത്തില്ല. പുള്ളിക്കാരി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് പുള്ളിക്കാരിയും ഈ പുള്ളിക്കാരിയും അമ്മായിമ്മയെ കൂടി നല്ല രീതിയിൽ ചേച്ചിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട്. സ്വന്തം ചേച്ചിയെ മാനസികമായും ശാരീരികമായും ആ ഭർത്ത കുടുംബത്തിലുള്ള നാറികൾ ഉപദ്രവിച്ചപ്പോഴും കേട്ടുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ട് ആ പോട്ട് ഇതെല്ലാം ശരിയാവും മാറി വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കറിയില്ല നിങ്ങൾ ആ സമയം ഇതൊക്കെ അറിഞ്ഞ സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ റെസ്പോൺസ്. എനിക്കതാണ് അറിയേണ്ടത്. സത്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ മകളായിരുന്നെങ്കിൽ വീട്ടിൽ കയറി അടിച്ചിട്ട് ഞാൻ അവളെ കൊണ്ട് ഇറങ്ങുമായിരുന്നു. ഉള്ള കാര്യം പറയാം. എൻ്റെ മോളെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ഏനെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ വീട്ടിൽ കയറി അടിക്കും. അത് തന്നെയാണ് അതിൻ്റെ അവസ്ഥ. അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അതിപ്പോൾ ആരായാലും കുറച്ച് സമയം താമസിച്ചാൽ കൂടി അടിക്കേണ്ട സ്ഥാനത്ത് അടിച്ചിരിക്കും. ഉള്ള കാര്യം പറയാം. എനിക്കതിലൊന്നും വേറെ ഇതൊന്നുമില്ല, വിഷയമൊന്നുമില്ല പറയാൻ. ഒരുമാതിരി എന്തുവാടാ, സ്വന്തം സഹോദരി അനുഭവിക്കേണ്ട പീക്ക് ലെവൽ അനുഭവിച്ചിട്ടും ദുരഭിമാനമായിരിക്കണം. മേബി ആയിരിക്കണമെന്നല്ല, അത് തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ലല്ലോ. ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ചേച്ചി ഞാൻ പറയും. പക്ഷേ ചേച്ചി ഇതിനു മുമ്പൊന്നും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. ഇത് പല കാര്യങ്ങളും എന്നോട് ചേച്ചി മറച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത സഹോദരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയോട് ഈ കാര്യങ്ങൾ കുറേ പറയുന്നുണ്ട്. ചേച്ചിയോട് പറഞ്ഞത് എന്നോടും പപ്പയോടും ഇത് പറയരുതെന്ന് പറഞ്ഞ് കുറച്ച് കുറേ പറയുന്നുണ്ട്. പക്ഷേ ചേച്ചിയോട് അന്നും പറയുന്നത് പുള്ളിക്കാരി UK പോയി കഴിയുമ്പോഴൊക്കെ കുറച്ച് കുറയുമായിരിക്കും, അങ്ങനെയൊക്കെ ചേച്ചിക്ക് അങ്ങനെയൊക്കെ കുറേ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. മൂത്ത സഹോദരിയോട് എല്ലാം പറഞ്ഞിരുന്നു. എന്നാൽ ഇവനോടും അച്ഛനോടും ഒന്നും പറഞ്ഞിട്ടില്ല, മറച്ചു വെച്ചിരുന്നു. സത്യം എന്തിനു വേണ്ടിയാണ് മറച്ചു വെച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഭയങ്കര ബുദ്ധിമോശം കാണിച്ചു. ആ മൂത്ത സഹോദരിക്കെങ്കിലും ഇവരെടുത്തെങ്കിലും പറയാമായിരുന്നു, ഇത്രയും കഷ്ടപ്പാടിലാണ് അവള് പോകുന്നത് എന്നുള്ള രീതിയിലെങ്കിലും പറയാമായിരുന്നു. ഇനി ഇവരെടുത്ത് പറഞ്ഞിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ അച്ഛന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്, മകളെ പിടിച്ച് ഭിത്തിയിൽ ഇടിച്ചെന്ന് പറഞ്ഞിട്ടും അത് പോട്ട് സാരമില്ല എന്നുള്ള രീതിയിൽ അങ്ങേരെ നിന്നതും അങ്ങേര് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനല്ല, അങ്ങേര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. എങ്കിലും പറയാമായിരുന്നു ചിലപ്പോ എന്തെങ്കിലും. എന്തായാലും ഭയങ്കര വിഷമമുണ്ട് കേട്ടാ. കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെൺമക്കള് ഒരു ബാധ്യത കഴിഞ്ഞ് എന്നുള്ള രീതിയിൽ കൈയും കെട്ടി ഇരിക്കുന്ന ഒരു സ്വഭാവം മാറ്റണം. എല്ലാ അപ്പനും അമ്മയും എല്ലാ സഹോദരങ്ങളും. എനിക്കത് പറയാനുള്ളൂ. അത് മരണവിവരം അറിയിച്ചത് പപ്പ പുറത്ത് UK അപ്പം പപ്പയുടെ അടുത്തോട്ട് വിളിച്ചു. ഈ ജിമ്മിയുടെ അമ്മാവനാണ് വിളിച്ചത്. അമ്മാവൻ വിളിച്ചിട്ടാണ് പറഞ്ഞത്. അത് എനിക്കറിയത്തില്ല. ഈ ഞായറാഴ്ച വൈകിട്ട് വരെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മീൻസ് എൻ്റെ വൈഫിനാണെങ്കിലും മെസ്സേജ് അയച്ചു. പിന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഒരു സ്റ്റാറ്റസിന് റിയാക്ട് ചെയ്തിട്ടുണ്ട് 6:11 വരെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് വേറൊരു ചേച്ചിയുടെ ഫോണിൽ നിന്ന് ആർക്കും ഒരു അങ്ങനെ ഒരു രീതിയിലില്ല. ചേച്ചിനെ പപ്പായും ട്രൈ ചെയ്തു. ചേച്ചി വർക്ക് ചെയ്യുന്ന എറണാകുളത്തെ ഓഫീസിൽ ഒരു സ്റ്റാഫും കോൺടാക്ട് ചെയ്തു. പക്ഷേ ആർക്കും ചേച്ചിയായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബലമായ സംശയം ജിമ്മിയുടെ കയ്യിലായിരിക്കും ആ ഫോൺ ഇരുന്നത്. പിന്നെ എൻ്റെ മൂത്ത ചേച്ചി പറഞ്ഞത്, ചേച്ചി ഈ ഓഡിയോയോ മെസ്സേജൊന്നും ചേച്ചി വാട്സപ്പ് ത്രൂ അയക്കത്തില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ചേച്ചി മൂത്ത ചേച്ചി രണ്ടാമത്തെ ചേച്ചീനെ ജിസ്മോൾ ചേച്ചിയാണെങ്കിൽ എൻ്റെ മൂത്ത ചേച്ചിനെ വിളിക്കും. ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കും, ചേച്ചി എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ചേച്ചി വിളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ പറയുന്നതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ വലിയ കുഞ്ഞേച്ചി പറയുന്നത് ഫോൺ ജിമ്മി ചെക്ക് ചെയ്യും, എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ പിന്നെയും വീട്ടിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഈ നാറി ആരടാ ഈ ജിമ്മി? ഈ ഭർത്താവ് എന്ന് പറയുന്ന നാറിയുടെ വിചാരം അവൻ എന്തോ വലിയ സംഭവമാണെന്നാണ്. സത്യം ഇവനൊക്കെ വെടിവെച്ച് കൊല്ലേണ്ട സെറ്റപ്പിലാണ് ഇവനൊക്കെ പരിപാടി കാണിച്ചു വെച്ചിട്ടുള്ളത്.
അവൻ മറ്റേ ഷാറൂഖ് ഖാൻ എന്നാണ് അവന്റെ വിചാരം. അവന്റെ കുടുംബത്തിന്റെ ഷാറൂഖ് ഖാനും അമിതാഭ് ബച്ചൻ ഫാമിലിയാണ് അവരായിരുന്നത്. അങ്ങനത്തെ കുടുംബത്തിലാണ് ജിസ്മോൾ പോയി കയറി കൊടുത്തത്. നിറത്തിന്റെ പേരിൽ ഒരുപാട് കളിയാക്കി. ഇവനൊക്കെ നാണമില്ലടാ, നിനക്കൊക്കെ പോയി ചത്തൂടെടാ. ഇത് തന്നെയും പറയും, ചത്തൂടെ. ഇങ്ങനെ ജീവിക്കുന്നതിന് നിറത്തിന്റെ പേരിൽ. നീ കെട്ടുന്ന സമയത്ത് കണ്ടില്ലടാ മത്താണ്ടി മോനെ. കെട്ടുന്ന സമയത്ത് കണ്ടില്ലേ കറുപ്പാണെന്ന്? കറുപ്പാണെങ്കിൽ നിനക്ക് ഇറങ്ങൂലേ? ഇറങ്ങിയല്ലോ, എന്നിട്ട് 2 മക്കളെ ഉണ്ടാക്കിയല്ലോ നീ. പിന്നെ നിനക്ക് എന്താണ്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല, ഞാൻ വാ തുറന്ന പ്രശ്നം. അപരാധത്തിന്റെ പീക്ക് ലെവൽ കാര്യങ്ങളാണ് നീയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ള കുടുംബത്തിൽ. എന്നിട്ട് നീ കൊണയടിക്കുന്നിരുന്നു. അവന് കറുപ്പ് പിടിക്കൂല, സ്ത്രീധനം വേണം, പണം പണം പണം. പണം കണ്ട് തന്നെയാണ് നീ കെട്ടിയത്. എന്നിട്ട് നിനക്ക് കിട്ടിയ പണമൊന്നും പോരാണ്ട് വീണ്ടും നിനക്ക് വേണം. എന്നിട്ട് നിറത്തിന്റെ പേരിൽ അതിശയം. നിന്നെയൊക്കെ ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല. ഇവന്റെയൊക്കെ പേരിൽ ഏതൊക്കെ വകുപ്പ് ചേർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ചേർക്കാൻ പറ്റുന്ന എല്ലാം കൂടി ചേർത്ത് അടിച്ച് അണ്ണാക്കി തന്നെ വെച്ച് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് എപ്പോഴും പൈസ ഇങ്ങനെ ചോദിക്കുക, അങ്ങനത്തെ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയും, പപ്പ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയും. പൈസ 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 പൈസ, പണം 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 പണം. ഇത് മാത്രമേ ആ നാറിയ കുടുംബത്തിന് ചിന്തയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് സ്ത്രീയെ ഇവനൊക്കെ കൂടി മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചത്. സത്യം, എന്റെ പൊന്നു നിയമമേ, എന്റെ പൊന്നു നീതിപീഠമേ, എന്തെങ്കിലുമൊക്കെ ചെയ്. അല്ലെങ്കിൽ ഇനി ഒരുപാട് ഷൈനിയും ഒരുപാട് ജിസ്മോളും ഒരുപാട് വിസ്മയും ഈ കേരളത്തിലുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചെയ്, തൂക്കിക്കൊല്ലി നാളുകൾ, അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്, എന്തെങ്കിലും ചെയ്. എനിക്കതാണ് പറയാനുള്ളത്. സത്യം, ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നല്ല വിഷമമുണ്ടേ. നാളെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇതുപോലത്തെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ മനസ്സിൽ അലട്ടുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ വീഡിയോസിന്റെ താഴെ കമന്റ് ബോക്സിൽ ഒരുപാട് സ്ത്രീകൾ വന്ന് അവരുടെ അനുഭവം ഇതുപോലെയാണ്, ഇതിന്റെ അപ്പുറമാണെന്നൊക്കെ കമന്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കിട്ടിങ്ങി പോകുന്നത്. ഇവിടെ ഇനിയും ഒരുപാട് സ്ത്രീകൾ സഫർ ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ പല ഇഷ്യൂസുമായിട്ട്. എൻ്റെ പൊന്നു സ്ത്രീകളെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു തേങ്ങ നോക്കണ്ട, പെരുവഴിയിൽ ഇറങ്ങുക. ഇവന്റെ കാലം അടിച്ച് കീറിയിട്ട് നിങ്ങളൊക്കെ ദേഹത്ത് ആര് തൊടുന്നു തിരിച്ചടിക്കുക. അടിക്കേണ്ടതാണ് അടിക്കുക തന്നെ ചെയ്യണം. അടിച്ചുകൊണ്ട് ഇറങ്ങ്, വീട് വിട്ടിറങ്ങ്. എന്തിന് സഹിച്ചും പുറത്തും ജീവിക്കണം? എന്തിനാർക്ക് വേണ്ടിയിട്ട്? ഒരു ജീവിതമേ ഉള്ളൂ. അത് വല്ലവന്റെ അടിമയായിട്ട് ആട്ടും തുപ്പും കൊണ്ട് ചത്തു പുഴുത്തു പോവേണ്ടതല്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അലവടിച്ച് കയറേണ്ട സ്ഥാനത്ത് കീറിയിട്ട് ഇറങ്ങിപ്പോരും. ബാക്കി പിന്നെ നോക്കാം. ഇങ്ങനെ വല്ലവന്റെ അടിമയായിട്ട് കിടക്കുന്നത് എന്തിന്? എനിക്കതാണ് ചോദിക്കാനുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പീക്ക് ലെവലായിട്ട് സ്വയം ജീവൻ എടുക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ജീവിക്കുന്നതിനേക്കാളും മറ്റൊരു പോരാട്ടം ഈ ലോകത്തില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ ജീവൻ നമ്മൾ പിടിച്ചു നിർത്തുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോരാട്ടം. ജീവിക്കാൻ നോക്ക്. ഇങ്ങനത്തെ കടുങ്കൈകളും കാര്യങ്ങളും ചെയ്ത് ജീവിതം തുലച്ചു കളയാതെ. നമ്മൾ ചത്ത 1-2 ദിവസം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് വ്യക്തികൾ ഇരുന്ന് കരയും. പിന്നെ തീർന്ന്, പിന്നെ തൂത്ത് തുടച്ച് എടുത്ത് വെളിയെറിയും. ഒരു ഫോട്ടോയായി മാലയായി തീരും നമ്മൾ. പക്ഷെ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മേലിൽ കൈവയ്ക്കുന്നവരെ മുന്നിൽ ജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് തന്റെ ഇടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ചത്ത് തൊലാൻ ആർക്കും പറ്റും, ഏത് പട്ടിക്കും പറ്റും. എന്നാൽ ജീവിച്ച് കാണിക്കാനാണ് ഇവിടെ പ്രയാസം. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടു. നിങ്ങളുടെ മേലിൽ കൈവയ്ക്കുന്നവന്റെ കൈ തന്നെ തിരിച്ച് അടിച്ചു ഓടിക്കണം. എന്തിന്? വെറുതെ വിടരുത്. സ്ത്രീകൾ, നിങ്ങളായി മാറണം. നിങ്ങൾ തന്നെ പോരാളിയാവണം. എന്നാൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി വേറെ ആരും വരത്തില്ല. ഒരു പട്ടിയും, സ്വന്തം വീട്ടുകാർ പോലും കാണത്തില്ല. കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ ബാധ്യത തീർന്നു എന്ന് പറഞ്ഞ് കൈയും കെട്ടിയിരിക്കുന്ന സ്വന്തം അപ്പനും അമ്മയും ആയിരിക്കാം ഒരുപക്ഷെ, എല്ലായിടത്തും എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഇറങ്ങണം. ദയവ് ചെയ്തിട്ട് ഇനി ഒരു ഷൈനിയോ ഒരു വിസ്മയോ ഒരു ജിസ്മോളോ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് സ്ത്രീകളെ നിങ്ങൾ തന്നെ സ്വയം കരുത്തും സ്വയം തന്റെയോടം പ്രാപിക്കുക. ഇനി ഒരു സ്ത്രീ പോലും ഈ കേരളത്തിൽ കടുങ്കൈ ചെയ്യരുത്. ഇങ്ങനത്തെ കുടുംബ പ്രശ്നം തീട്ട കേസുമായിട്ട് ഇവനെ പോലെയുള്ള നാറികളെ അലവടിച്ച് കയറിയിട്ട് ജീവിക്കാൻ നോക്ക്. നമ്മളെ പോലെയുള്ളവർ സപ്പോർട്ട് ചെയ്യും. ഒരുപാട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. ദയവ് ചെയ്തിട്ട് ആ തൻ്റെ ഇടത്തോടെ ഇറങ്ങാൻ നോക്ക്. ഇവരുടെ ഒരു കല്യാണ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് സൈഡിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ആ നാറയെ കാണുമ്പോൾ എനിക്ക് കാല വരെ അടിക്കാനാണ് തോന്നുന്നത്. അമ്മാതിരി അപരാധമാണ് ആ നാറ കാണിച്ചിട്ടുള്ളത്. അവന് പെണ്ണ് പിടിക്കണില്ല പോലും. അയാളുടെ കറുപ്പാണ്. അവന് പണം തകയണില്ല. അവൻ്റെയൊക്കെ മറ്റേൻ്റെ അകത്ത് കുത്തിച്ചൊരി വെച്ചു കൊടുക്കാം. പണം കലി വരുക. എന്റെ വീഡിയോസിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. I also adjust for 20 years with a sadist husband. Anyway, left that house with my child and my certificate. With the grace of God, I am working as a teacher outside Kerala. My child also studying for BSc nursing. Thank God. അതായത് ഒരു സമയത്ത് ഭർത്താവിന് അടിമയായിട്ട് കിടന്ന് ആട്ടും തുപ്പും കൊണ്ട് കിടന്നു. സഹിക്കേണ്ട പീക്ക് ലെവല് സഹിച്ചതിന് ശേഷം അവർ ആ വീട് വിട്ട് ഇറങ്ങി. സ്വന്തം കൊച്ചിനെയും സർട്ടിഫിക്കറ്റും എടുത്തിറങ്ങി. ഇന്ന് അവരൊരു ടീച്ചറായി വർക്ക് ചെയ്യുന്നു. അവരുടെ കൊച്ചൊരു BSc നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അന്ന് ഇവർക്കും പോയി എന്തെങ്കിലും കടുങ്കൈ ചെയ്തിരുന്നെങ്കിലാ ചെയ്തോ? ഇല്ല. അവർ ജീവിച്ചു. അവർ ജീവിതത്തിൽ ജീവിച്ച് ജയിച്ചു കാണിച്ചു. അതാണ് വേണ്ടത്. ഓരോ സ്ത്രീകളും അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നാറികളും ചെയ്യുന്ന പരിപാടികളെ കണ്ടും കൊണ്ടും കേട്ടും കൊണ്ടും പേടിച്ച് ചാകേണ്ടതല്ല ഒരു പെണ്ണും ഇവിടെ. അതാദ്യം മനസ്സിലാക്കുക. എൻ്റെ അവസ്ഥയും ഇതാണ്. എൻ്റെ വീട്ടുകാരും എന്നെ കൈവിട്ടു. അവർ തെറ്റിന് കൂട്ടു നിൽക്കുന്നു. അവന്റെ തൊലി വെളുപ്പും ജോലിയും നോക്കി എന്റെയും ജീവിതം എൻ്റെ വീട്ടുകാർ കുട്ടിച്ചോറാക്കി. ഇന്ന് ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ജീവിച്ചിരുന്ന സമയത്ത് എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്ന് ഞാനും തീരുമാനിച്ചു. എൻ്റെ വീട്ടുകാർ ഇതൊന്ന് കേൾക്കണം. സത്യം ഉള്ള കാര്യം. വീട്ടുകാര് എന്ന് പറയുന്ന നാറികളും എല്ലാം കടപ്പെട്ടിരിക്കുന്നു. ചില തന്തയ്ക്കും തള്ളയ്ക്കും ഈ ഗുണം ഉണ്ട്. ഏത് ഗുണം? കെട്ടിച്ചു കഴിഞ്ഞാൽ ബാധ്യത തീർന്നു എന്നുള്ളൊരു ഗുണം. ആ ഗുണം മാറണം. മക്കളെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ സ്നേഹിക്കാൻ പഠിക്കണം. അവർക്കൊരു ആപത്ത് വന്നാൽ കൈ താങ്ങാൻ സ്വന്തം അപ്പനും അമ്മയും ഉണ്ടാവണം. അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകരുത്. പല വഴിയുണ്ടല്ലോ കൊച്ചുണ്ടാവാതിരിക്കാൻ, കഴപ്പ് മാത്രം തീർക്കാൻ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാ. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറഞ്ഞു പോകുന്നതാ. അതിൽ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണമെന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകളും ഒരുപാട് ആൾക്കാരും ഉണ്ട് എന്നെ സ്നേഹിക്കുന്നവർ. എന്റെ കമന്റ് ബോക്സിൽ തന്നെ അറിയാം. കയ്യിൽ നിന്ന് പോകുന്നതാ. ഇതൊക്കെ കാണുമ്പോൾ വിഷമോ. ഈ കമന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഈ കമന്റുകൾ വായിച്ചു നോക്ക്. ഓരോ ആൾക്കാരുടെ അനുഭവമാണ് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ വിഷമാവുന്നു. ഞാനും ഒരു മോളുടെ അമ്മയാണ്. നല്ല 4 എണ്ണം കൊടുത്തിട്ട് പോടാ പുല്ലേന്ന് പറഞ്ഞ് ഇറങ്ങി വരാനുള്ള തന്റെ ഇടം കാണിക്കണം. നിങ്ങൾ ചത്താൽ നിങ്ങൾക്ക് മാത്രം പോകും, അല്ലാതെ മാതാപിതാക്കൾ പോലും മറക്കും. പെൺകുട്ടികളെ നിങ്ങൾ മരിച്ചിട്ട് മറ്റുള്ളവരെ സുഖിക്കാൻ വിടരുത്. സഹിച്ച് ജീവിക്കാതെ പൊരുതി ജീവിക്കുക. ഇതൊക്കെ നേരത്തെ അറിയാവുന്നവർക്ക് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ചത്ത് കഴിയുമ്പോൾ എല്ലാവരും വരും. ഈ വീട്ടുകാരുടെ അവസ്ഥ ഇത് തന്നെ. ജിസ്മോളുടെ വീട്ടുകാർ ചത്ത് കഴിഞ്ഞതിന് ശേഷം പ്രതികരണമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് പറഞ്ഞുകൊണ്ട്. നീതി ലഭിക്കണം, എന്റെ ചത്തുപോയ മകൾക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയോ? ഇല്ല. മോളെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. കുടുംബ ജീവിതം അല്ലേ? അതൊക്കെ അമ്മ ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ ഇരിക്കും. അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഒരു സെറ്റപ്പായിരുന്നു. സത്യം പറയാലോ, നല്ല വിഷമമുണ്ട്. 100% യോജിക്കുന്നു. ഞാൻ പറഞ്ഞെന്നോടാ, പെൺമക്കൾ സ്വന്തം വീട്ടിൽ നിന്നും കേൾക്കുന്നത് അന്യ വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാണെന്ന്. അതെ, സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയും പെൺമക്കളെ പറഞ്ഞു വളർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളെ നീ നേരെ അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിക്കണം, അന്യ വീട്ടിൽ പോയി ജീവിക്കേണ്ടത് നല്ലതാ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വിവാഹം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ നിന്നും കേൾക്കുന്നത് അന്യ വീട്ടിൽ നിന്ന് വന്ന് കയറിയ പെണ്ണ്. സത്യമുള്ള കാര്യം അത് കേട്ടോ. ശരിക്കും ഒരു പെണ്ണിന്റെ ഇടം എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ പിന്നമായ ഒരു ഇടം ഉണ്ടാക്കി സ്വയം ജീവിക്കുക. ഓരോ പെണ്ണും അവർക്ക് വേണ്ടിയെങ്കിലും. എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം, കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിൽ കയറി പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള നാറിയുടെ അടുത്ത് നിന്നും ആ നാറിയ കുടുംബത്തിൽ നിന്നും മോശം അനുഭവമാണെങ്കിൽ നിങ്ങൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട. സ്വന്തം വീട്ടിൽ പറഞ്ഞു നോക്കുക. അവർക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ ഇറങ്ങുക. വഴിയിൽ ഇറങ്ങുക. ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോടെ ജീവിക്കണം. ജീവിച്ച് കാണിക്കണം. ജയിച്ച് കാണിക്കണം. അത് സാധിക്കും. അങ്ങനെ ജീവിച്ച് ജയിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ ജീവിതം അങ്ങനെയാണ്. അങ്ങനെ എനിക്ക് അറിയാവുന്ന കുടുംബങ്ങൾ ഉണ്ടേ. അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ നോക്ക്. ജീവിക്കാൻ പറ്റും. നിങ്ങൾ മരിക്കാൻ കാണിക്കുന്ന ധൈര്യം ജീവിക്കാൻ കാണിക്കണം. ആരോ ചെയ്ത തെറ്റിന് നിങ്ങളുടെ ജീവിതം തീർത്തത് ശരിയാണോ? സത്യമുള്ള കാര്യമാണ്. ആൾക്കാർക്ക് ഒരുപാട് പേര് ഇതുപോലത്തെ കമന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ വിഷമമാണ് വരുന്നത്. ഓരോ സ്ത്രീകൾ നാറികളെ പേടിച്ച് അല്ലെങ്കിൽ നാറികളുടെ പീഡനങ്ങൾ കാരണം സ്വയം ജീവൻ കൊടുക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. അതുപോലെ ആ മക്കള്, എനിക്കറിയില്ല, എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ഇതുപോലത്തെ കഴുപ്പണം കെട്ടവന്മാരെയൊക്കെ വലിച്ചു കയറി കാലവാരി നിലത്തടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം. എൻകൗണ്ടറാ, തൂക്കിക്കൊല, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവിടെ കുറെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്തിനെങ്കിലൊക്കെ എടുത്ത് പ്രയോഗിക്കും. ഒന്നിനും കൊള്ളാതെ ഇങ്ങനെ ഇട്ടിരിക്കാതെ. എനിക്കത് പറയാനുള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇട്ടണം. ബൈ.